ഇസ്രായേലിലെ ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ച് ഒരുവിധപ്പെട്ടവർക്കൊന്നും വലിയ അറിവൊന്നും ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഇല്ല. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ചുമ്മാ പൈസ കൊണ്ട് കയറിയിട്ടൊന്നൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് ഒന്നെങ്കിൽ മൊബൈലിനകത്തൊരു ആപ്ലിക്കേഷൻ വേണം. അവസാനം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ ബസ് വന്നിരിക്കുകയാണ്. ഏതായാലും നല്ല തിരക്കാണെന്ന് തോന്നുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യങ്ങൾ, അതായത് പൊതുഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേലിലെ ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ച് ഒരുവിധപ്പെട്ടവർക്കൊന്നും വലിയ അറിവൊന്നും ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യവും ഇവിടുത്തെ പൊതുഗതാഗത സൗകര്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പൊതുവേ അറിയാം, ശനിയാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ ഇവിടുത്തെ പൊതുഗതാഗതം വളരെ ചുരുക്കമായിരിക്കും. ടെലവീവ് പോലുള്ള നഗരങ്ങളിൽ ഫ്രീ ആയിട്ട് ചില സർവീസുകളും അതേപോലെ തന്നെ ഡബിൾ ചാർജ് കൊടുത്തിട്ട് പോകാവുന്ന സർവീസുകളുമുണ്ട്. പക്ഷേ ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ നഗരഗതാഗതം വളരെ പരിതാപകരമാണ് വെള്ളി ശനി ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ ശനിയാഴ്ചത്തെ സർവീസ് തുടങ്ങുന്ന സർവീസിന് തന്നെയാണ് ഞാൻ കയറാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സർവീസ് ഒന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ നമ്മുടെ നാട്ടിലെ ബസ്സുമായിട്ട് അതിനെ ഒന്ന് താരതമ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും ഒന്ന് നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. നമുക്ക് പോകേണ്ട സ്ഥലം, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇപ്പം നിലവിലുള്ള ലൊക്കേഷനിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ മാർക്കോവിസ്കി സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങോട്ടേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ ഈ സ്ഥലം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പം 6:48 ആദ്യത്തെ ബസ് 7:10 പറയുന്നത്. അതായത് 89 നമ്പർ ബസ്സിന് പോയിട്ട് 9 മിനിറ്റ് നടക്കണമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഈ 89 നമ്പർ ബസ് വരുന്നത്, ഞാനിപ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പിൽ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ വേറെ ചില മാർഗ്ഗങ്ങളും കാണിക്കുന്നുണ്ട്. 2 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ബേഡെന്ന് പറയുന്ന 2 ചക്രമുള്ള സൈക്കിളല്ല, ആ നിന്നിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു ഇതെടുക്കുക. 24 കിലോമീറ്റർ റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. 16 മുതൽ $20 വരെയാണ് നമുക്ക് അതിന് ചാർജ് ആവുന്നത്. അതേപോലെ തന്നെ ലൈം എന്ന് പറയുന്നതിനകത്ത് 45 മുതൽ 55 ഷെക്കൽ വരെ, അതായത് ഷെക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിനിമയ നിരക്കാണ്, നാണയമാണ്. അപ്പോൾ ഇത്രയുമാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ അതേപോലെ തന്നെ ടാക്സി ഉണ്ട്. 77 മുതൽ 100 ഷെക്കൽ വരെയാണ് ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ അവിടം വരെ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഗെറ്റ് എന്നാണ് ടാക്സി ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. 89 നമ്പർ ബസ്സിനാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ 89 നമ്പർ ബസ് 7:10 ഇവിടുന്ന് ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 7:35 അവിടെ എത്തുമെന്നാണ് പറയുന്നത്. പോരാത്തിന് 9 മിനിറ്റ് നടക്കേണ്ടിയും വരും. അപ്പോൾ നമുക്ക് നോക്കാം 89 നമ്പർ ബസ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലൈൻ കാണുന്നത്. ഇവിടെ ഞാനുള്ള സ്ഥലമാണ് ഈ നീല ഇത് കാണുന്നത്, എനിക്ക് പോകേണ്ടതാണ് റെഡ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലൈൻ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ നമുക്ക് 89 നമ്പർ ബസ് കണ്ടോ, നമുക്ക് നോക്കാം. 7:10 7:35 8 മണിക്കുണ്ട്, 8:25 8:50 9:15 അങ്ങനെ ഏകദേശം 12:40 വരെ രാത്രിയിൽ സർവീസ് ഉണ്ട്. പിന്നെ തുടങ്ങുന്നത് 5:50. അപ്പം നമുക്ക് ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് നമുക്ക് എത്ര സിമ്പിളായിട്ട് നമുക്കൊരു ഇവിടുത്തെ പൊതുഗതാഗതം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. കാരണം എങ്ങോട്ട് പോകണമെങ്കിലും ഇവിടുന്ന് ഇപ്പം 4-5 ബസ് മാറി കയറിയിട്ട് പോകേണ്ട സ്ഥലമാണെങ്കിൽ പോലും ആക്യുറേറ്റായിട്ട് ഏകദേശം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്, നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടുത്തെ ടിക്കറ്റിംഗ് സംവിധാനം നമ്മുടെ നാട്ടിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിവിടെ ചുമ്മാ പൈസ കൊണ്ട് കയറിയിട്ടൊന്നൊരു ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് ഒന്നെങ്കിൽ മൊബൈലിനകത്തൊരു ആപ്ലിക്കേഷൻ വേണം. അത് ഇവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതും അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരൊക്കെ ഇതേപോലത്തെ ഒരു കാർഡ്
കർത്തേഴ്സ് എന്നാണ് പൊതുവേ കാർഡുകൾക്ക് ഇവിടെ പറയുന്നത്. ഇതേപോലത്തെ ഒരു കാർഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ കാർഡ് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിലെല്ലാം യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതുകൊണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഒരു ദൈർഘ്യം കിട്ടും. ഒരു തവണ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് യാത്ര ചെയ്തിട്ട് അടുത്ത ബസ്സിൽ കയറി പോകണമെങ്കിലും നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് വീണ്ടും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ്ട്രാ ചാർജൊന്നും വരില്ല. ഏകദേശം 5.5 ഷെക്കലാണ് നമ്മുടെ ഈ സിറ്റി സർവീസിൽ മിനിമം ചാർജായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരു സംവിധാനം അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ മികച്ച ഒരു സംവിധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, മറ്റ് പലതുണ്ട്. ഈ ബസ് യാത്രയിൽ തന്നെ മറ്റ് പലതും ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പം നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കൂടെ ഏതൊക്കെ സർവീസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് എടുക്കുക. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശം കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പ്രദേശത്തിനടുത്ത് ഏതാ ബസ് സ്റ്റോപ്പ് എന്ന് നോക്കുക. ഞാനിപ്പോൾ ഇരിക്കുന്ന ബസ് സ്റ്റോപ്പ് തന്നെയാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ ഒരു ചിത്രത്തിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആ സ്റ്റോപ്പിൻ്റെ പേര് വൈസ്മാൻ വീറി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ഏതെല്ലാം ബസ് സർവീസുകളാണ് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. 7-ാം നമ്പർ, 14-ാം നമ്പർ, 28, 55, 59, 89, 138 അങ്ങനെ കുറച്ച് ബസ്സുകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ എനിക്ക് പോകേണ്ട ബസ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ബസ് വരുന്നതായിരിക്കും. ഏകദേശം ഒരു 14 മിനിറ്റ് കൊണ്ട് ഇവിടെ ബസ് വരും. പിന്നെ ഇവിടെ വരുന്ന ബസ്സുകളുടെ ലിസ്റ്റുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ബസ് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അവസാനം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ ബസ് വന്നിരിക്കുകയാണ്. ഏതായാലും നല്ല തിരക്കാണെന്ന് തോന്നുന്നു. תודה רבה. അപ്പോൾ ഈ ബസ്സിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാ വണ്ടികളും സിറ്റി സർവീസുകളെല്ലാം ഇത്തരം ലോ ഫ്ലോർ ബസ്സുകളാണ് ഇവിടെ. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യമേ വെയിറ്റ് ചെയ്തിരുന്നിടത്തുനിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ബസ് വഴിതിരിച്ച് വിടുന്നുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, അവിടെ എന്തോ നിലവിലെ ഗവൺമെൻറ്റിനെതിരെ എന്തോ ഒരു സമരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് അവിടുന്ന് വഴി മാറിപ്പോകുന്നു. ആദ്യത്തെ ബസ് പോയതിന് ശേഷമാണ് അത് പോകുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വഴിയല്ല ആ വഴിയല്ല വണ്ടി വരുന്നതെന്ന്. എന്നിട്ട് ഞാൻ അതിനപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് മാറി നിന്ന് അവിടുന്ന് ഏകദേശം 15 മിനിറ്റ് എങ്ങാണ്ട് ലേറ്റായിട്ടാണ് ഞാനിപ്പോൾ ബസ് വന്നത്. അപ്പോൾ ഇച്ചിരി ലേറ്റായി. ഏകദേശം 8:30 കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോഴത്തേക്കും. നല്ല ആളായിരുന്നു, നല്ല തിരക്കായിരുന്നു. റോട്ടിലും അതേപോലെ തന്നെ നിറച്ച് വണ്ടികളായിരുന്നു. ഏതായാലും ഇവിടുത്തെ ബസ് ഗതാഗതവും നമ്മുടെ നാട്ടിലത്തെ ബസ് ഗതാഗതവും തമ്മിലുള്ള വ്യത്യാസം
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.